രാഷ്ട്രീയത്തെ ഉപജീവനമായി കാണുന്ന പുതുതലമുറ നേതാക്കന്മാർക്കിടയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വന്തം വസ്തു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടുകൊടുത്ത് മാതൃകയാവുകയാണ് ഒരു ജനപ്രതിനിധി. കുമ്മിൽ ഗ്രാമപഞ്ചായത്ത് നോർത്ത് വാർഡ് മെമ്പർ BH നിഫാലാണ് തനിക്ക് ഓഹരിയായി കിട്ടിയ 10 സെന്റ് വസ്തുവിൽ നിന്ന് 3 സെന്റ് അംഗൻവാടി നിർമ്മിക്കാൻ വിട്ടുനൽകി മാതൃകയായത്. 15 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അംഗൻവാടി. എന്നാൽ വാടക കാലാവധി കഴിഞ്ഞതോടെ കെട്ടിട ഉടമ ഇവരെ ഒഴിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ വാർഡ് മെമ്പറായ നിഫാൽ രക്ഷയ്ക്കെത്തുകയായിരുന്നു. ഒരു വാടക കെട്ടിടത്തിനായി നിഫാലും ശ്രമിച്ചെങ്കിലും ഭാവിയിൽ ബാധ്യതയാകുമെന്ന് ഭയന്ന് ആരും വാടകയ്ക്ക് കെട്ടിടം നൽകിയില്ല. ഈ അവസരത്തിൽ തനിക്ക് ഓഹരിയായി ലഭിക്കുന്ന വസ്തുവിൽ നിന്ന് 3 സെന്റ് ഇഷ്ടദാനമായി നൽകാൻ നിഫാൽ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് MP N പീതാംബരക്കുറുപ്പിനെ കൊണ്ട് കെട്ടിടത്തിന് 6 ലക്ഷം രൂപ അനുവദിപ്പിക്കുക കൂടി ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. കുമ്മിൽ ആണയിൽ നിഫാൽ മൻസിലിൽ ബഷീറിന്റെയും ഹമീദയുടെയും മകനാണ് നിഫാൽ. വാർഡ് മെമ്പർ എന്ന നിലയിൽ ടീച്ചർ അവർക്ക് എളുപ്പം കൂടി എൻ്റെ മുന്നിൽ വന്ന് എന്നെ സമീപിച്ചപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലേക്ക് തൽക്കാലം ഈ കുട്ടികളുടെ ഈ അംഗനവാടി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി അവിടേക്ക് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മളെ ഈ വാർഡിലെ ഒട്ടുമിക്ക ജനങ്ങൾ വാടക കെട്ടിടങ്ങൾ നമ്മൾ സമീപിച്ചപ്പോഴും അതിൻ്റെ ഉടമസ്ഥൻ ഇത് അംഗനവാടിക്കായതുകൊണ്ട് ഇത് നാളുകളിൽ കയറി അംഗനവാടി പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പ്രയാസകരമാണെന്നുള്ള ഒരു തോന്നൽ അവിടെ ജനങ്ങൾക്കിടയുള്ളതുകൊണ്ട് എല്ലാ വീട്ടിലെ ഉടമസ്ഥരും ഞങ്ങളവിടെ നിന്ന് വായിക്കുകയാണ് സ്ഥലത്തില്ല എന്നുള്ള രീതിയിൽ അവരെ നമ്മുടെ ആവശ്യം നിരസിച്ചുകൊണ്ട് പോയപ്പോൾ പിന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ നിലയിൽ ഈ അംഗനവാടി ഈ വാർഡിൻ്റെ നിലനിർന്ന് പോകേണ്ട ആവശ്യം കുരുന്ന് കുട്ടികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ പോഷകാഹാര വിതരണം ചെയ്യുന്നതായാലും വയസ്സായ വൃദ്ധരുടെ ആശ്രയമാണെന്ന രീതിയിലുള്ള അവരുടെ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപന നിലയിലും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വരുന്ന അംഗനവാടി പറയുന്നതിൽ കുരുന്നു കുട്ടികൾക്കുപരി ഇതുപോലുള്ള സാമൂഹിക സേവനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന എൻ്റെ ഏക പോംവഴി എന്ന് പറയുന്നത് സൗജന്യമായി എൻ്റെ സ്വന്തം പേരിൽ നിന്നുള്ള എനിക്ക് കുടുംബ ഷെയർ കിട്ടാനുള്ള ഒരു 3 സെന്റ് ഭൂമി ഇതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മുന്നിൽ. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.